Hello dears, welcome to the class. Today we are going to discuss about our second unit, Food and Human. ഭക്ഷണവും മനുഷ്യരും. Okay, let's start our class. October 16. Today there was a food fest in our school in connection with the World Food Day. How interesting it was. All of us brought different dishes as our teacher had instructed. I visited every stall with my friends. What a variety of dishes! Variety of dishes made from tapioca, jackfruit, millets, tubers, and fruits were there. Many food items like laddu, halwa, payasam, cakes, sweets, and pickles were also there. Oh, seeing all those, my mouth watered. Then our class teacher also joined us. Teacher bought us sweets and payasam. How tasty it was. These flavors still stay on my tongue. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16. മറക്കരുത്. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണുണ്ടായിരുന്നത്! ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവുമൊക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. Have you read the diary entry of a student named Sibi? What are the food items mentioned in the diary entry? സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ്, പിക്കിൾസ്. Besides these, what are the other food items you have had? Prepare a list of them. The food we eat has a very long history. Don't you wish to know that history? ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കൂ. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഉണ്ട് അല്ലേ? Obtaining food. You know that food is one of the essential elements for human survival. All living things need food. Their food during early times was mainly leaves, fruits, tubers, and grains. Besides, some creatures killed other creatures and had their food. In the beginning, humans were also like that. ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മനുഷ്യർക്ക് നിലനിൽക്കാൻ എന്ത് വേണം? ഭക്ഷണം വേണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. Look at the pictures given. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. The pictures given above indicate the different methods of obtaining food by the early humans. What details do you understand from these pictures about the obtaining of food of early humans? തന്നിരിക്കുന്നത് ആദിമ മനുഷ്യർ, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത് എന്ന് കാണിച്ചു തരുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ചിത്രം നോക്കി മനസ്സിലായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. They gathered food. അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെയോ hunted animals for food. മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു.
എൻഗേജ്ഡ് ഇൻ ഫിഷിംഗ്, അതുപോലെ തന്നെ മത്സ്യബന്ധനം മീൻപിടുത്തം നടത്തിയിരുന്നു. സ്റ്റോൺസ് ആൻഡ് സ്റ്റിക്സ് വേർ യൂസ്ഡ് ആസ് വെപ്പൺസ്, പിന്നെയോ കല്ലുകളും കമ്പുകളുമാണ് അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദേ ഹണ്ടഡ് ഇൻ ഗ്രൂപ്പ്സ്, അവരെങ്ങനെയാണ് വേട്ടയാടിയിരുന്നത്? ഗ്രൂപ്പുകളായിട്ടായിരുന്നു. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, ഇങ്ങനെ വേട്ടയാടി ഹണ്ടിങ് നടത്തി കിട്ടിയിരുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അവർക്ക്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും. അതുപോലെ തന്നെ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, വേരുകളും കിഴങ്ങുകളും. പിന്നെയോ ഫിഷസ്, മീനുകൾ. അതുപോലെ തന്നെ എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്, കഴിക്കാൻ പറ്റുന്ന ഇലകളും പൂവുകളും. എനിമൽ ഫ്ലഷ്, മൃഗങ്ങളുടെ മാംസം. ഇതൊക്കെയായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഫയർ ആൻഡ് ഫുഡ്, തീയും ഭക്ഷണവും. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് കുക്ക് ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് അതർ മീൻസ്, ഹണ്ടിങ് നടത്തി കിട്ടിയിരുന്ന ഭക്ഷണം അവരെങ്ങനെയായിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഫയർ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ, തീയുടെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ നിയന്ത്രണവും. Humans observed that fire was produced when the dry branches of trees rubbed against each other or against the surface of rocks. Thus, they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. ആദ്യകാലങ്ങളിൽ മനുഷ്യരിങ്ങനെ ഒബ്സർവ് ചെയ്തു, അതായത് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരസി തീയുണ്ടാവുന്നു, അതുപോലെ തന്നെ പാറകൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ തീയുണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഉണങ്ങിയ മരങ്ങൾ ഉരച്ചാലും അതുപോലെ തന്നെ കല്ലുകൾ ഉരച്ചാലും തീ ഉണ്ടാക്കാമെന്ന്. ഇൻ ഏർലിയർ ടൈംസ് ദേ ഏറ്റ് ഫുഡ് റോ ആസ് ദേ ഡിഡ് നോട്ട് നോ ദ യൂസ് ഓഫ് ഫയർ, ബട്ട് വെൻ ദേ ലേൺഡ് ടു യൂസ് ദ ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. ആദ്യകാലങ്ങളിൽ അവർക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? കിട്ടിയ ഇറച്ചി ഒക്കെ പച്ചയോടെ കഴിച്ചു. എന്നാൽ തീ കണ്ടുപിടിച്ച് തീ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. തീ കണ്ടുപിടിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. The first cooked food they ate was probably the meat of dead animals in wild fire. ആദ്യമായിട്ട് അവർ വേവിച്ച ഇറച്ചി കഴിച്ചത് എന്താണ്? കാട്ടുതീയിൽ വെന്ത മൃഗങ്ങളുടേതാണ്. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. ഗ്രാജുവലി ദേ ബിഗൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. ഇങ്ങനെ വേവിച്ച മാംസം കഴിക്കാനായിട്ട് തുടങ്ങി ആദ്യം, അല്ലേ? അതിനുശേഷം പിന്നെ അവർ മത്സ്യത്തെ, ഫിഷിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ അവർ കിഴങ്ങുകളും വേരുകളും എല്ലാം ഇതുപോലെ ചുട്ട് തിന്നാനായിട്ട് തുടങ്ങി. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗാദേർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. ലേറ്റർ ദേ വർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. ആദിമ മനുഷ്യർ ആദ്യം അവർക്ക് അന്നന്നേത്തേക്ക് വേണ്ട ഭക്ഷണം മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ. എന്നാൽ അതിന് ശേഷം അവർ മറ്റു മാർഗങ്ങൾ, ഫുഡ് കിട്ടാനുള്ള മറ്റു മാർഗങ്ങൾ കൂടി തേടാനായിട്ട് തുടങ്ങി. വാട്ട് വേർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? എന്തൊക്കെ കാരണങ്ങളാലായിരിക്കാം അവർ ഫുഡ് സോഴ്സ് വേറെ എന്തെങ്കിലും കൂടി വേണം നമുക്ക് കഴിഞ്ഞു പോകാൻ എന്ന് തോന്നി തുടങ്ങി. അവർ പുതിയ തൊഴിൽ അന്വേഷിച്ചത് എന്തുകൊണ്ടായിരിക്കാം? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് കിട്ടുന്നതിലെ ക്ഷാമം. അതുപോലെ തന്നെ റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യ വർദ്ധിച്ചു, അപ്പോൾ കിട്ടിയിരുന്ന ഫുഡ് പോരാ എന്ന് മനസ്സിലായി. എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ്, എൻവിയോൺമെൻറ്റിലുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള അവസരം ഇല്ലാത്തത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും വെള്ളപ്പൊക്കമോ അതുപോലെ തന്നെ കാട്ടുതീയോ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് വരുന്നത് മൂലം അവർക്ക് ലഭിച്ചിരുന്ന ഫുഡ് പോരാ എന്ന്
തോന്നും അവർക്ക്, അല്ലെങ്കിൽ അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. ലാക്ക് ഓഫ് ഹണ്ടിങ് ഫെസിലിറ്റി, അതുവരെ അവർ ഹണ്ട് ചെയ്തിട്ടാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഹണ്ട് ചെയ്യാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അതിനുള്ള ആയുധങ്ങളും എല്ലാം കുറവായിരുന്നു. ഫുഡ് പ്രൊഡക്ഷൻ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫോർ ഫുഡ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യർ ഒരു ഭാഗത്ത് താമസിക്കാനായിട്ട് തുടങ്ങി, സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ എനിമൽസിനെ വളർത്താനും അതുപോലെ തന്നെ പ്ലാന്റ്സിനെ വളർത്താനുമൊക്കെ തുടങ്ങി ഡെയിലി ഫുഡിന് വേണ്ടി. അപ്പോൾ ആദ്യമായിട്ട് അവർ വളർത്തിയത്, ഭക്ഷണത്തിന് വേണ്ടി വളർത്തിയത് ഷീപ്പ് ആൻഡ് ഗോട്ടാണ്. ചെമ്മരിയാടുകളും അതുപോലെ തന്നെ ആടുകളെയുമായിരുന്നു അവർ വളർത്തിയിരുന്നത്. ഡോഗ് വാസ് ദ ഫസ്റ്റ് എനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. സിൻസ് ഡോഗ്സ് വാസ് ഈസിലി ടേമബിൾ, ദർ വെയർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. However, with the spread of agriculture, humans started to domesticate other animals for food and other needs. എന്നാൽ മനുഷ്യർ ആദ്യമായിട്ട് വളർത്തു മൃഗങ്ങളായിട്ട് കൊണ്ടു നടന്നത് ആരെയായിരുന്നു? ഡോഗിനെ ആയിരുന്നു. കാരണം ഡോഗാണ് മനുഷ്യരോട് ഏറ്റവും അടുപ്പം കാണിച്ചത് ആദ്യമായിട്ട്. അപ്പോൾ ഡോഗിനെ കൊണ്ട് അവർ കാവലിനും അതുപോലെ തന്നെ വേട്ടയ്ക്കും ഒക്കെ ഉപയോഗിച്ചു. പിന്നെ അതിന് ശേഷം മറ്റ് മൃഗങ്ങളെയും ഫുഡിന് വേണ്ടി മനുഷ്യർ വളർത്തി തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കണം, ഫുഡിന് വേണ്ടി ആദ്യമായിട്ട് വളർത്തിയ എനിമൽസ് എന്ന് പറയുന്നത് ഷീപ്പ് ആൻഡ് ഗോട്ടാണ്. എന്നാൽ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്, കാവലിനും അതുപോലെ തന്നെ വേട്ടയ്ക്കും വേണ്ടി വളർത്തിയത് ആരെയാണ്? ഡോഗിനെയാണ്. അതിനുശേഷമാണ് മറ്റ് മൃഗങ്ങളെ വളർത്തി തുടങ്ങിയത്. What were the changes brought about in human life following the domestication of animals and plants? എനിമൽസിനെ ഇങ്ങനെ വളർത്താനായിട്ട് തുടങ്ങിയപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അലൗഡ് പീപ്പിൾ ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്. എനിമൽസിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ വളർത്തിയപ്പോൾ മനുഷ്യർക്ക് കൂടുതൽ ഭക്ഷണം ലഭിക്കാനായിട്ട് തുടങ്ങി. ദേ കുഡ് സ്റ്റേ ഇൻ വൺ പ്ലേസ് ആൻഡ് ബിൽഡ് പെർമനൻറ്റ് ഹോംസ്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കാനായിട്ട് തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ് ഹെൽപ്ഡ് ഫാമിംഗ് വർക്ക് ഈസിയർ. അതുപോലെ തന്നെ എനിമൽസിനെ വളർത്തിയപ്പോൾ കൃഷി പണികൾ എളുപ്പമായി. സെറ്റിലിംഗ് ഇൻ വൺ പ്ലേസ് ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ് ആൻഡ് ടൗൺസ്. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചപ്പോൾ അത് വില്ലേജസ്, ഗ്രാമങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പട്ടണങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി. Early humans might have started thinking about agriculture when they noticed seedlings sprouting from discarded food items. If the seeds were left on the rock, they would dry out. If put in water, they would get rotten. However, humans learned that seeds germinate in moist and warm soil. Thus, cultivation of crops started. Then the edible plants, roots and saplings were selected, planted and cultivated. എന്താണ് പറയുന്നത്? ആദ്യകാലങ്ങളിൽ ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന കുരുക്കൾ, അത് പാറപ്പുറത്താണെങ്കിൽ ഉണങ്ങിപ്പോകും, അതുപോലെ തന്നെ അത് വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നു. പിന്നെയോ അത് മണ്ണിലിട്ടാൽ മണ്ണിൻ്റെ നനവും ആ ഒരു മണ്ണിൻ്റെ വളക്കൂറും എല്ലാം കൊണ്ട് അത് മുളച്ചു പൊന്തുന്നു എന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. അപ്പോഴാണ് അവർക്ക് കൃഷി ചെയ്താലോ എന്ന ചിന്ത വന്നത്. അങ്ങനെ അവർ കഴിക്കാൻ പറ്റുന്ന ചെടികളും വേരുകളും അതുപോലെ തന്നെ വിത്തുകളുമൊക്കെ സെലക്ട് ചെയ്ത് അത് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഇൻ ദ ഏർലി ഡേയ്സ് വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ആൻഡ് ട്യൂബേഴ്സ് വർ കൾട്ടിവേറ്റഡ്. ആദ്യകാലങ്ങളിൽ അവർ ഗോതമ്പ് അതുപോലെ തന്നെ ബാർലി, ചെറിയ ധാന്യങ്ങൾ, കിഴങ്ങുകൾ ഇതൊക്കെയാണ് കൃഷി ചെയ്തത്. ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വേർ അവൈലബിൾ. ഫോളോയിങ് ദിസ്, പീപ്പിൾ ഹൂ വണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗെയിൻ ടു സെറ്റിൽ നിയർ ദ ഫാംസ്. അപ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് കൃഷി തുടങ്ങിയത് എവിടെയാണ്? നദീതീരത്തൊക്കെയാണ്. കാരണം അവിടെ നിന്ന് ഇഷ്ടംപോലെ വെള്ളം കിട്ടും, അതുപോലെ തന്നെ മണ്ണിന് വളക്കൂറുള്ള മണ്ണുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ
അവിടെയാണ് താമസിച്ച് തുടങ്ങിയത്. വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്? കൃഷിസ്ഥലത്തിന് അടുത്തായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തൊക്കെ മെച്ചങ്ങളാണ് വന്നത്? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. അവർക്ക് ആ ഒരു കൃഷിസ്ഥലം സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. അടുത്തല്ലേ താമസിക്കുന്നത്. ദർ വാസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. എല്ലാ സ്ഥലത്തും ഫുഡിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം വന്നില്ല. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നത് കൂടുതലായി കൃഷി ചെയ്യുന്നതുകൊണ്ട്. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അതുപോലെ തന്നെ അവരുടെ റെസ്റ്റ് എടുക്കുന്ന സമയം കൂടുതലായി. സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്. അവരൊരു സോഷ്യൽ ലൈഫ് തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഒരു സോഷ്യൽ ലൈഫ്. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? ഡിസ്കസ്. എങ്ങനെയാണ് നദീതീരങ്ങൾ അവിടെ താമസിച്ചിരുന്ന ആദിമ മനുഷ്യരെ സഹായിച്ചത്? എന്തൊക്കെ കൊണ്ടാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഇഷ്ടംപോലെ വെള്ളമുണ്ട് അല്ലേ? ഫെർട്ടൈൽ സോയിൽ. വളക്കൂറുള്ള മണ്ണ്. ഫേവറബിൾ ക്ലൈമറ്റ്. അനുകൂലമായ കാലാവസ്ഥ. പ്ലെൻറ്റി ഓഫ് ഫുഡ്. ഇഷ്ടംപോലെ ഭക്ഷണം. അവർക്ക് നദിയിൽ നിന്ന് മീൻ പിടിക്കുകയുമാകാം, കൃഷി ചെയ്യുകയുമാകാം. ട്രാൻസ്പോർട്ടേഷൻ. സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും നദിയിലൂടെ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നദീതീരത്തുള്ള ജീവിതം അവരെ സഹായിച്ചത്. സ്റ്റോറേജ് ഓഫ് ഫുഡ്സ്. ഫുഡ് ഐറ്റംസിൻ്റെ ശേഖരണം. ഏർലി ഹ്യൂമൻസ് ഗാതേർഡ് ദെയർ ഫുഡ് ഓൺലി ഫോർ ദെയർ ഡേ ടു ഡേ ലൈഫ്. ആദിമ മനുഷ്യർ ആദ്യം ഫുഡൊന്നും സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നില്ല. അവരുടെ ഓരോ ദിവസത്തെയും ആവശ്യത്തിനുള്ളത് ഹണ്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ബട്ട് വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻസ് ഗോട്ട് മോർ ഫുഡ് ദാൻ ദേ നീഡഡ്. Special facilities were needed to store what was left over after the daily requirement. What would they have used to store excess food? എന്നാൽ കൃഷിയൊക്കെ ആരംഭിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ഭക്ഷണം ലഭിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നു. അപ്പോൾ കൂടുതലായിട്ട് വന്ന ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്? എങ്ങനെയൊക്കെയായിരിക്കാം? പോട്ടറി, പാത്രങ്ങളിൽ. ബാഗ്സ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ. മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ബാഗുകളിൽ. അതുപോലെ തന്നെ ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. മുള കൊണ്ടുണ്ടാക്കിയ കൂടകളിൽ. അതുപോലെ തന്നെ വുഡൻ വെസൽസ്. മരത്തിൻ്റെ പാത്രങ്ങൾ. എനിമൽ ഷെൽ. മൃഗങ്ങളുടെ തോടുകൾ. അണ്ടർഗ്രൗണ്ട് പിറ്റ്. മണ്ണിനടിയിൽ കുഴിക്കുന്ന കുഴികൾ. ഇതിലൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് കിട്ടിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നത്. As we know, mud brick dissolves in water, but humans understood that if soil is kneaded, molded and baked into pots, water can be collected and boiled in them. In earlier days, pottery was made by kneading clay with hand. As agriculture became widespread, earthenware of various types and sizes were needed to store grains. They were also used for cooking food. The discovery of the wheel to make pottery was a major turning point in human history. This led to the spread of pottery. There is evidence of granaries constructed in early times to store food grains. നമുക്കറിയാം കളിമണ്ണ് വെള്ളത്തിലിങ്ങനെ അലിഞ്ഞു പോകും. എന്നാൽ ഈ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ രൂപം ചെയ്ത് അത് ചുട്ടെടുത്താൽ എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം, അതുപോലെ തന്നെ വെള്ളം പിടിച്ചു വയ്ക്കാം. അപ്പോൾ ആദിമ മനുഷ്യർ ഇതെല്ലാം മനസ്സിലാക്കി അവർ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം കൈകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കൃഷിയൊക്കെ വികസിച്ച് അവർക്ക് ഒരുപാട് ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ അവരെന്ത് കണ്ടുപിടിച്ചു? ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീല് കണ്ടുപിടിച്ചു. അപ്പോൾ പല വലുപ്പത്തിലും അതുപോലെ തന്നെ പല രൂപത്തിലുമൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഗ്രാനറി. The Indus Valley civilization or Harappan civilization was a river valley civilization that existed in ancient India. നമ്മുടെ പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. One of the most important features of this civilization is the granary.
അപ്പോൾ ഈ സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാനറി ആണ്, അതായത് സംഭരണ പുരകൾ, ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. ദേ വേർ ബിൽറ്റ് ഓഫ് ബ്രിക്സ്. അവർ ബ്രിക്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്, ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഗ്രെയിൻസ് വേർ ബ്രോട്ട് ഫ്രം ഡിസ്റ്റൻറ്റ് വില്ലേജസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദീസ് ഗ്രാനറീസ്. ധാന്യങ്ങൾ അകലെയുള്ള വില്ലേജുകളിൽ നിന്നും കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഗ്രാനറീസിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്നു. ബിഗ് ജാർസ് നെയ്മഡ് ഭരണി ആൻഡ് ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം വേർ യൂസ്ഡ് ഇൻ അവർ പ്ലേസസ് ടു സ്റ്റോർ ഗ്രെയിൻസ്. നമ്മുടെ നാട്ടിൽ വലിയ ജാറുകൾ, എന്താ പേര്, ഭരണി എന്ന് പറയും ഇല്ലേ, അതുപോലെ തന്നെ പെട്ടി പോലെയുള്ളതാണ് പത്തായം. ഇതൊക്കെയാണ് നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. വാട്ട് അതർ ഫുഡ് സ്റ്റോറേജ് മെത്തേഡ്സ് മൈറ്റ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് ഏജ്? ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ദം. ഇനി ഇത് കൂടാതെ എന്തൊക്കെ മാർഗങ്ങൾ പണ്ടുകാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് മുതിർന്നവരോട് ചോദിച്ചു മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പാത്രങ്ങളാണ് ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് ഫുഡ് വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? അലൂമിനിയം, സ്റ്റീൽ, വുഡൻ, ഗ്ലാസ്, ക്ലേ. അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ, അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ, വുഡൻ മരത്തിൻ്റേത്, ഗ്ലാസ്, ക്ലേ കളിമൺ പാത്രങ്ങൾ, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങളുടെ കൈമാറ്റം. ഡിഡ് ഏർലി ഹ്യൂമൻസ് സിംപ്ലി സ്റ്റോർ എക്സസ് ഫുഡ് ഐറ്റംസ് ഫോർ ലേറ്റർ യൂസ് ഓൺലി? ആദിമ മനുഷ്യർ അവരുടെ എക്സസ് ആയിട്ട് വന്ന ഫുഡ് സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? The excess food was not only stored for later use but also exchanged with those in need. അവരത് സൂക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, അത് എക്സ്ചേഞ്ച് ചെയ്യുക കൂടി ചെയ്തിരുന്നു. How could such exchanges have taken place? In order to get what they needed, in one exchanged the goods they had stored with others. അതായത് അവർക്ക് ആവശ്യമുള്ളതെടുത്ത് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ വെറുതെയാണോ കൊടുത്തിരുന്നത്? അല്ല, മറ്റുള്ളവരുടെ കയ്യിൽ കൂടുതലുള്ള സാധനം ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്ഷണങ്ങളുടെ കൈമാറ്റമാണ് പറയുന്നത്. ലിറ്ററലി വർക്ക്സ് ഓഫ് ദ സംഗം ഏജ് ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ അബൌട്ട് 1500 years ago. People in each region exchanged the food they collected with those in other regions and received what they needed from them. Those who lived in coastal areas exchanged dried fish and salt with those in other areas. Instead, other food items and resources from the forest were accepted from others. The people in forest areas exchanged forest resources to those in other areas. The people lived in the plains exchanged their agricultural products with those living in other areas. പുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിലും ഇങ്ങനെ കൈമാറ്റം, ഭക്ഷണ സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? കടൽ തീരത്തുള്ളവർ ഉണങ്ങിയ മത്സ്യവും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൈമാറിയിരുന്നു. അപ്പോൾ അവിടെയുള്ള മലമ്പ്രദേശത്തുള്ളവർ അവരുടെ ഭാഗത്ത് എന്താണോ കൂടുതലുള്ളത് അത് ഇവർക്ക് കൊടുത്തിട്ട് ഇവരുടെ കയ്യിലുള്ളത് വാങ്ങും. അതുപോലെ തന്നെ വനപ്രദേശങ്ങളിലുള്ളവർ എന്ത് ചെയ്തിരുന്നു? വനത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് മറ്റുള്ളവർക്ക് കൊടുക്കും. എന്നിട്ട് ഉണങ്ങിയ മീനും അതുപോലെ തന്നെ ഉപ്പൊക്കെ അവർ വാങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ സമതല പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്താണ്? കൃഷി ചെയ്ത സാധനങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്നിട്ട് അവരുടെ സ്ഥലങ്ങളിൽ കിട്ടാത്ത ഫുഡ് ഐറ്റംസ് അവരിൽ നിന്നും വാങ്ങും. ഇങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. Before the introduction, the system of coinage, there was a practice of exchanging goods with each other. This method of exchange is known as barter system. നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അല്ലേ? അപ്പോൾ മുൻകാലങ്ങളിൽ ക്യാഷൊന്നും വന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് ആളുകൾ എന്താണ് ചെയ്തിരുന്നത്? അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും. ഈ കൊടുത്ത ആളിൽ നിന്ന് അയാളുടെ കയ്യിൽ കൂടുതലുള്ള സാധനം നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെ ഒരാൾ അങ്ങോട്ട് കൊടുക്കും, അയാളുടെ കയ്യിൽ നിന്ന് സാധനം ഇങ്ങോട്ട് വാങ്ങും.
ഈ ഒരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മണി കൊടുക്കുന്നില്ല, അതിനു പകരം നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ടും അയാളുടെ കയ്യിൽ നിന്ന് സാധനം ഇങ്ങോട്ടും വാങ്ങുന്നു. Such exchanges brought out many changes in society. Exchange of goods led to trade and eventually markets were formed. Markets were developed into trading centers. People went to trading centers to buy and sell goods, and these gradually developed into urban centers. ഇങ്ങനെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തത് പിന്നെ എന്തായി മാറി, കച്ചവടമായി മാറി. അങ്ങനെ കച്ചവടം വലുതായി, അത് മാർക്കറ്റ്സുകളുടെ രൂപീകരണത്തിന് കാരണമായി. പിന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ട്രേഡിംഗ് സെൻ്ററായി മാറി. പിന്നെ ഈ ട്രേഡിംഗ് സെൻ്റർ അർബൻ സെൻ്ററായി ഉയർന്നു. In the early days, what materials and means would the people of Kerala have used to collect, transport food and exchange food? Discuss it. കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഫുഡ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്, ഏതു വഴിയാണ്, അതുപോലെ തന്നെയാണ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്തിരുന്നു, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഇൻഫർമേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ കൈമാറ്റം. പിന്നെ അതെന്തായി മാറി, ട്രേഡ്, കച്ചവടമായി. പിന്നെ മാർക്കറ്റ്സ്, ചന്തകളുണ്ടായി. അതുപോലെ തന്നെ ട്രേഡിംഗ് സെൻറ്റേഴ്സ്, കച്ചവട സെൻറ്ററുകളുണ്ടായി. പിന്നെ അർബൻ സെൻറ്റേഴ്സ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ കൊളാഷ് ഓൺ ദ ടോപ്പിക് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ് ആൻഡ് എക്സിബിറ്റ് ഇൻ ദ ക്ലാസ് റൂം. ഒരു കൊളാഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പിക്ക് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ്, സാധനങ്ങളുടെ വിനിമയവും അതുപോലെ തന്നെ അർബൻ സെൻറ്റേഴ്സിൻ്റെ രൂപീകരണവും. എന്നിട്ട് അത് ക്ലാസ് റൂമിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫൈൻഡ് ടു എനി പർട്ടിക്കുലർ റീജിയൻ. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്സ്. Since early times, we had exchange of goods with the distant lands. These exchanges were mainly with the Romans, the Chinese, the Arabs, the Persians and the Jews. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. അതായത് ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് ഒരു പ്രദേശത്ത് മാത്രമല്ല, മറ്റുള്ള ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. അപ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ കൈമാറ്റം ചെയ്തിരുന്നത്. ഐഡൻറ്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. താഴെ കൊടുത്തിരിക്കുന്ന സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം കാണുന്നതാണ് കുരുമുളക്, പെപ്പർ, നോൺ ആസ് ദ കിങ് ഓഫ് സ്പൈസസ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ് പെപ്പർ. പെപ്പർ ഈസ് നേറ്റീവ് ടു സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയാണ് അതിൻ്റെ ജന്മസ്ഥലം. ദ ഹോട്ട്നെസ് ഓഫ് പെപ്പർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പെപ്പറിൻ. പെപ്പറിനാണ് ഇതിന് എരിവ് നൽകുന്നത്. പെപ്പർ ഈസ് യൂസ്ഡ് ടു ആഡ് ഫ്ലേവർ ആൻഡ് അരോമ ടു ഫുഡ് ആൻഡ് മെഡിസിനലി. ഇത് ഭക്ഷണ സാധനങ്ങൾക്ക് മണവും രുചിയും നൽകുന്നു. അതുപോലെ തന്നെ ഔഷധമായിട്ട്, മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നു. പെപ്പർ ഈസ് ദ നമ്പർ 1 സ്പൈസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1ാം സ്ഥാനമാണ് പെപ്പറിന് ഉള്ളത്. അടുത്തത് കാർഡമം, ഏലമാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് സ്പൈസസ്. സ്പൈസസിലെ രാജ്ഞിയാണ് കാർഡമം. ഇറ്റ് ഹാസ് എ മാജിക്കൽ സ്മെൽ ആൻഡ് ഫ്ലേവർ. വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് ആസാം. ഇതിന് ഒരു മാജിക്കലായിട്ടുള്ള മണവും രുചിയുമാണ്. കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എവിടെയാണ്? കേരളത്തിലും ആസാമിലുമാണ്. കാർഡമം ഈസ് നേറ്റീവ് ടു ഇന്തോനേഷ്യ ആൻഡ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്.
ഇതിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയും അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമാണ്. നെക്സ്റ്റ് ജിഞ്ചർ, ഇഞ്ചി. ജിഞ്ചർ ഈസ് യൂസ്ഡ് ആസ് മെഡിസിൻ ആൻഡ് സ്പൈസ്. ഇത് മരുന്നായും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ജിഞ്ചർ ഈസ് ബിലീവ്ഡ് ടു ബി നേറ്റീവ് ടു ഇന്ത്യ ഓർ മലേഷ്യ. ഇന്ത്യയോ മലേഷ്യയോ ആണ് ഇതിൻ്റെ ജന്മദേശമെന്ന് വിശ്വസിക്കുന്നു. ജിഞ്ചർ ഈസ് കൾട്ടിവേറ്റഡ് മെയിൻലി ഇൻ ഏഷ്യ. കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ്. മോർ ദൻ ഹാഫ് ഓഫ് ദ ജിഞ്ചർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഈസ് ഇൻ കേരള. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പകുതിയും കേരളത്തിലാണ് ഉണ്ടാക്കുന്നത്. ക്ലോവ്സ്, ഗ്രാമ്പു. ഇറ്റ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പൈസ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ്. ക്ലോവ്സ് ആർ ഗ്രോൺ മെയിൻലി ഇൻ കേരള ആൻഡ് തമിഴ്നാട്. കൂടുതലായിട്ടും വളരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. ക്ലോവ് ഫ്ലവർ ബഡ്സ് ആർ ഡ്രൈഡ് ആൻഡ് യൂസ്ഡ് ആസ് എ സ്പൈസ്. ഇതിൻ്റെ പൂമൊട്ടാണ് ഉപയോഗിക്കുന്നത് സ്പൈസായിട്ട്. പൂമൊട്ട് ഉണക്കിയിട്ട്. ദ ചൈനീസ് വേർ ദ ഫസ്റ്റ് ടു യൂസ് ക്ലോവ്സ് ആസ് എ സ്പൈസ്. ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ചൈനക്കാരാണ്. സിന്നമൺ, കറുവപ്പട്ട. സിന്നമൺ ഈസ് എ സ്പൈസ് ദാറ്റ് കംസ് ഫ്രം ദ ബാർക്ക് ഓഫ് ട്രീസ്. കറുവപ്പട്ട മരത്തിൻ്റെ പുറംതൊലിയാണ് സിന്നമൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഫുഡ് ടേസ്റ്റ് ആൻഡ് ഡിലീഷ്യസ്. ഇത് ഫുഡ് ടേസ്റ്റ് ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്നു. കേരള ഹാസ് ദ ഓൾഡസ്റ്റ് പ്ലാന്റേഷൻ ഓഫ് സിന്നമൺ ട്രീസ് ഇൻ ദ വേൾഡ്. ദിസ് ആൻഷ്യൻ്റ് സിന്നമൺ പ്ലാന്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഞ്ചരക്കണ്ടി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കേരളത്തിലാണ് പുരാതനമായിട്ടുള്ള ഒരു സിന്നമൺ കൃഷിത്തോട്ടമുള്ളത്. അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. അടുത്തത് നട്ട് മെഗ്, ജാതി. ഇറ്റ് ഈസ് എ സ്പൈസ് ഫുൾ ഓഫ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. കൂടുതലും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് നട്ട്മെഗ് എന്ന് പറയുന്നത്. നട്ട്മെഗ് ട്രീ ഗ്രോസ് അബൻഡൻ്റ്ലി ഇൻ കർണാടക ആൻഡ് ദ ഏരിയാസ് അലോങ് ദ വെസ്റ്റേൺ ഗഡ്സ് ഓഫ് കേരള. ഇത് കൂടുതലും കാണപ്പെടുന്നത് കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലെ വെസ്റ്റേൺ ഗഡ്സിലുമാണ്. നട്ട്മെഗ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലേവറിംഗ് ഫുഡ് ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പെർഫ്യൂംസ് ആൻഡ് മെഡിസിൻസ്. ഇത് ഫുഡിൽ സ്വാദിനും അതുപോലെ തന്നെ മണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പെർഫ്യൂം ഉണ്ടാക്കുന്നതിനും മെഡിസിൻസിലും ചേർക്കുന്നു. The spices that were exchanged mainly from India with other lands were black pepper, cardamom, ginger, cloves and cinnamon. Of these, black pepper, which was also known as black gold, became the foreigners' favorite. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൂടുതലായിട്ട് കൊണ്ടുപോയിരുന്നത് എന്തൊക്കെയായിരുന്നു ഫോറിനേഴ്സ്? ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, കാർഡമം, അതുപോലെ തന്നെ ജിഞ്ചർ, ക്ലോവ്സ് ആൻഡ് സിന്നമൺ. ഇതൊക്കെയാണ്. ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട ഇതൊക്കെയാണ്. അതുപോലെ തന്നെ പെപ്പറിന് മറ്റൊരു പേരാണ് ബ്ലാക്ക് ഗോൾഡ്, കറുത്ത പൊന്ന്. ഇത് ഫോറിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പൈസാണ്. ഇറ്റ് ഈസ് സെഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ദാറ്റ് വാസ്കോ ഡ ഗാമ, എ പോർച്ചുഗീസ് ട്രാവലർ ഹു കെയിം ടു ഇന്ത്യ, took goods worth 60 times the cost of his journey when he returned to Europe. അതായത് വാസ്കോ ഡ ഗാമ വന്ന് തിരിച്ചു പോകുമ്പോൾ, പോർച്ചുഗീസുകാരനാണ്, അദ്ദേഹം യാത്രയുടെ ചിലവിൻ്റെ 60 ഇരട്ടി വില വരുന്ന ചരക്കുകൾ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്പൈസസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് പെപ്പർ, കാർഡമം, ടർമറിക് മഞ്ഞൾ, ജിഞ്ചർ ഇഞ്ചി, വാനില, ടാമറിൻഡ് പുളി, ഓൾ സ്പൈസ്, ബേ ലീഫ്, സിന്നമൺ, നട്ട്മെഗ്, ക്ലോവ്സ് ഇതൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.